Hi guys, welcome to Kavya Talks. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് പേളിമാണിയെ കുറിച്ചാണ്. ഇപ്പോൾ കുറച്ച് നാളായില്ലേ പേളിമാണിനെ കുറിച്ചിട്ട് ഒരുപാട് വിവാദങ്ങൾ വരുന്നു. കുറച്ച് കെട്ടടങ്ങിയിട്ടുള്ളൊരു സമയമാണ്, പക്ഷെ വീണ്ടും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ പേളിയുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കോട്ടം തട്ടിയ പോലെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എന്നോട് യോജിപ്പ് ഉണ്ടായിരിക്കാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയുകയാണ്. പേളിമാണി എന്ന് പറയുന്ന വ്യക്തിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. നമുക്കറിയാം, നമ്മൾ ടി വിയിൽ ആങ്കറായിട്ട് കണ്ടിട്ടുണ്ട്. അവർ VJ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ അറിവിൽ. അതേപോലെ നമ്മൾ എന്താ പറയുക, ടി വി പ്രോഗ്രാംസിലും പലതരം ഇൻ്റർവ്യൂസിലും അതിനുശേഷം ബിഗ് ബോസിലും ആ വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ 24/7 കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് പേളിമാണി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിലുണ്ടായിരുന്ന പ്രണയം, അതിനുശേഷം ശ്രീനിയുമായിട്ടുള്ള വിവാഹം, അതിനുശേഷം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായ ഫാമിലി വ്ളോഗർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പേളിമാണി എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ബിസിനസ് സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നൊരു വ്യക്തിയാണ് പേളിമാണി. അതേപോലെ ഒത്തിരി ഒന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും, കൂടുതലായിട്ടുള്ള വിവാദങ്ങളിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തി കൂടിയായിരുന്നു പേളിമാണി. ഇപ്പോൾ അല്ല. പേളിമാണി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബ്രാൻഡ്, സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ബ്രാൻഡ് അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. ജന്തർ മന്ദിറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു സമരവും അതിനോട് അനുബന്ധിച്ച് പേളിയിട്ട പോസ്റ്റും വളരെ വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചു. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ എന്താ പറയുക, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു പേളിയുടെ ഈ ഒരു ടൈം ലൈനിൽ. അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രഷർ മൂലമായിരിക്കാം പേളിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത്. സാധാരണ എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള വിവാദപരമാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, അവരുടെ ഒപ്പീനിയൻ അറിയിക്കുന്ന ഒരാളാണോ പേളി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവരുടെ ഒരു ഫാമിലിയും കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടോ പേളി അവരുടെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. പിന്നെ നമ്മുടെ സിബി മലയിൽ സാറിൻ്റെ മോനുമായിട്ടുള്ള ആ ഒരു റിപ്ലൈ കൊടുക്കലും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഭയങ്കര പ്രശ്നമായി. എന്ത് തന്നെ ആയാലും പേളിയുടെ ഇമേജ് അവിടെ നിന്ന് തൊട്ടിട്ട് കുറച്ച് പ്രശ്നമായി, അല്ലെങ്കിൽ അത്യാവശ്യം പ്രശ്നമായി. ഒരുപാട് ഫോളോവേഴ്സ് അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷെ അതിനൊക്കെ ശേഷമാണ് പേളി ആ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടുന്നത്. ഞാൻ ആക്ച്വലി ആ ക്ലാരിഫിക്കേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു പേടി ഉണ്ടായി. അയ്യോ, ഇത് പ്രശ്നമായല്ലോ, ഫോളോവേഴ്സൊക്കെ പോവുകയാണല്ലോ, അല്ലെങ്കിൽ ഇനി ഇതിലും കൂടുതൽ പ്രശ്നമാവുക, ഒരു ഇമേജ് ഭയങ്കര പ്രശ്നമാവുമോ എന്നുള്ളതിൽ നിന്ന്, ആ ഒരു പേടിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിരുന്നു അത്. അതായത് ഒരു തരം കൺവിൻസിങ് പോലെ. പക്ഷേ നമ്മുടെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്താണ് ശരിക്കും ഉള്ളതെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, സ്ട്രിക്ട്ലി എൻ്റെ ഒരു ഒപ്പീനിയൻ ആണല്ലോ ഞാൻ പറയുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു കൺവിൻസിങ് വീഡിയോ പോലെ ഫീൽ ചെയ്തു. ക്ലാരിഫിക്കേഷനേക്കാളും ഇറ്റ് വാസ് ലൈക്ക് എ കൺവിൻസിങ് വീഡിയോ. പക്ഷെ അത് കൺവിൻസ് ആയില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. അപ്പോൾ എനിക്ക് കൺവിൻസ് ആയില്ല, അതേപോലെ ഒരുപാട് പേർക്ക് കൺവിൻസ് ആയില്ല എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അതങ്ങോട്ട് വെടിപ്പായില്ല എന്ന് പറയുന്ന പോലൊരു സെറ്റായിരുന്നു. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഇസ്, ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഇനി പേളിമാണിയുടെ ഒരു ഇമേജ് എന്നുള്ളതാണ് അത് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് സോഷ്യൽ മീഡിയയുടെ കാര്യം ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാം. ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ എത്രത്തോളം, അല്ലെങ്കിൽ എത്ര ദിവസമായിരിക്കും അതിൻ്റെ ഒരു ആയുസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കാര്യം. ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച, അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ ഉണ്ടാവുമോ? ഇപ്പോൾ പേളിമാണിയുടെ ഒരു കാര്യത്തിൽ വന്നാൽ ഒരു 2 ആഴ്ചയൊക്കെ ആവാറായി അല്ലേ? പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറൊരു ഭയങ്കരമായിട്ടുള്ളൊരു വിവാദം വരികയാണ്.
ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് പേര് ആക്റ്റീവ് ആണല്ലോ ഇങ്ങനത്തെ കമൻറ്റ്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഇതിലും വലിയൊരു വിവാദം വരുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകും. ഇപ്പം മലയാളിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്ളോഗറോ യൂട്യൂബറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരാളോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിവാദപരമായിട്ടുള്ള പരാമർശമോ അല്ലെങ്കിൽ വിവാദത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ ഫുൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് ഈ ഒരു വിഷയം കുറച്ച് ലൈറ്റ് ആവും. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ആൾക്കാർ ഇത് സ്വാഭാവികമായിട്ട് മറക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പേളിമാണി വളരെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൈറ്റായിട്ട് ആളുകൾ എടുക്കുകയും അതായിരിക്കും ആ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും എല്ലാവരും ഉയർത്തി കൊണ്ടുവരിക എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു വിവാദമാണെങ്കിലും ഈ ഒരു പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം പേളിയുടെ എന്താണ് മെൻറ്റാലിറ്റി എന്ന് നമ്മൾ വിചാരിക്കുന്നതൊക്കെ കുറേയൊക്കെ കുറഞ്ഞ് അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ ആ ഒരു വിഷയത്തിൻ്റെ, അത് ഒബ്വിയസ്ലി അത് കുറയും. അല്ലെങ്കിൽ അവർ അത് ബിൽഡ് ചെയ്യാനുള്ള സകലമായ പരിപാടികളും ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് പറയല്ല, പോസിറ്റീവായിട്ട് തന്നെ. അതൊരു മനുഷ്യസഹജമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ എത്രത്തോളം ഈ ഒരു വിവാദത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നോ അത്രത്തോളം അവർ വീണ്ടും ഈ വിവാദത്തിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് ആ ഒരു ഇമേജ് വീണ്ടും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പേളി ഒരിക്കലും ഒരു തളരുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേളി സപ്പോർട്ടറായിട്ട് പറയുന്നതല്ല. സത്യം പറഞ്ഞാൽ പേളി ആ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല. അവരുടെ പോസ്റ്റ് ആണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള അവരുടെ റിയാക്ഷൻ ആണെങ്കിലും എനിക്ക് പേഴ്സണലി ഒട്ടും യോജിക്കാൻ പറ്റാത്ത തരത്തിലാണ് അവർ റിയാക്ട് ചെയ്തതുമെല്ലാം. അതേപോലെ പിന്നീട് വന്ന ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണെങ്കിലും എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ബിസിനസ് വുമൺ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അവരെന്തായാലും അങ്ങനെ തളരാനൊന്നും പോകുന്നില്ല. ഒബ്വിയസ്ലി ഇതൊരു പതനോ കാര്യങ്ങളൊന്നുമല്ല. അവരുടെ ബ്രാൻഡ് ഇനിയും ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ നമ്മളെ പോലുള്ള ഈ ആളുകളൊക്കെ വേറെ ഏതെങ്കിലും ഒരു പുതിയ വിഷയം വന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കും. അതെന്ന് പറഞ്ഞാൽ അതൊരു റിയാലിറ്റിയാണ്. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര റിയാലിറ്റിയാണ്. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു എൻ്റെ തോട്ട്സ്. പെട്ടെന്ന് വീണ്ടും പേളിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ഫോക്സ്.